Hi dear children, നമുക്ക് അടുത്ത ചാപ്റ്ററാണ് ഏരിയ റിലേറ്റിംഗ് സർക്കിൾസ്. അതുമായി ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം നമ്മൾ ആൻസർ ചെയ്യുന്നത്. എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ് ഇതിന് വൺ വേ ടൈപ്പ്. അതുകൂടാതെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഇതൊക്കെ വേറെ ചോദിക്കും. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. The diameter of a wheel is 63 centimeter. The distance traveled by the wheel in 100 revolutions is. That's the question. Given that diameter of the wheel is 63. Given that in the question diameter is equal to 60. അപ്പോൾ radius automatically എന്തായിരിക്കും? R is equal to 63 by 2 ആണ്. 63 by 2 is equal to 31.5 centimeter. Automatic radius അതാണ് 31. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇൻ വൺ റവല്യൂഷൻ, സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ, 2πr ആണ്. ഒരു റവല്യൂഷൻ ആണ് 2πr എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 22/7 × 31.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 63/2 എന്ന് എഴുതിയാലും മതി, ആണ് നല്ലത്. നമുക്ക് കാൽക്കുലേഷൻ എളുപ്പം അതായിരിക്കും. 61/2 എന്നെടുക്കാം. ഇതേപോലെ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 100 ആണ്. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ക്യാൻസൽ ആയി പോവും. 198 സെന്റിമീറ്റർ 2πr. ദാറ്റ് ഈസ് നമുക്ക് എത്ര കിട്ടും? 198 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വീൽ ഇൻ 100 റവല്യൂഷൻസ്. അപ്പോൾ ഇത് ഒരു റവല്യൂഷൻ ആണ് 198 വരാം. അപ്പോൾ 100 റവല്യൂഷൻ ആണെങ്കിൽ 100 × 198 എല്ലാം മീറ്റേഴ്സിലാണ്. മീറ്റേഴ്സിലാക്കുമ്പോൾ നമ്മളൊരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കൂടി വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 198 മീറ്റേഴ്സ്. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If the length of a chord of a circle is equal to its radius, then the angle subtended by chord at the center is. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇഫ് ദ ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് റേഡിയസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് സർക്കിൾ എന്ന് വിചാരിക്കാം. സെന്റർ ഇതാണ്. ഇങ്ങനെയാണ് ആ ഫിഗർ വരും. ഇങ്ങനെയാണ് കേട്ടോ. ദ ലെങ്ത് ഓഫ് ദി കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ്. അപ്പോൾ റേഡിയസ് ഇതും 6 തന്നെയായിരിക്കും. ദെൻ ദി ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ കോഡ് അറ്റ് ദ സെന്റർ എന്തായിരിക്കും? ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണല്ലോ അത്. ഈക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? എല്ലാ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. 60 ഡിഗ്രി ഇസ് ദി ആൻസർ. ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 60 60 60 വരെ എല്ലാം. ഇത് കോഡാണെങ്കിലും അത് റേഡിയസിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇഫ് എ ബൈസൈക്കിൾ വീൽ മേക്സ് 5000 റവല്യൂഷൻസ് ഇൻ മൂവിങ് 11 കിലോമീറ്റർ, ദെൻ ദി ഡയമീറ്റർ ഓഫ് ദ വീൽ ഈസ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ദ വീൽ നമുക്ക് 6 ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ദ റേഡിയസ് ഓഫ് ദ വീൽ 6 സെന്റിമീറ്റർ. പിന്നെ എന്താ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വീൽ ഇൻ 1 റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 11/5000 കിലോമീറ്റർ ആയിരിക്കും. 5000 റവല്യൂഷൻ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയായിരിക്കും? ടോട്ടൽ 11/5000 കിലോമീറ്റർ ആയിരിക്കും. ആ സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ എത്ര വരും? സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ ദാറ്റ് ഈസ് 11. എത്ര സീറോ വേണം സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ? 5 സീറോ വേണം അല്ലേ. 5000 അത്രയും സെന്റിമീറ്റർ ആയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 220 സെന്റിമീറ്റർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 220 സെന്റിമീറ്റർ. നൗ 2πr ആണ് 220 സെന്റിമീറ്റർ. 2πr. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? R ഫൈൻഡ് ഔട്ട് ചെയ്യാം. R ഈസ് ഈക്വൽ ടു 220 ഡിവൈഡഡ് ബൈ 2π. 220 divided by 2 into 22/7 എന്നെടുക്കാം. So this is equal to how much?
220 ഇൻറ്റു 7 മുകളിലേക്ക് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ 220 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 22. 220 22 കട്ടായി പോയിക്കോളും. അത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഒരു 70. ഇത് 35 സെന്റിമീറ്റർ. ഇതാണ് റേഡിയസ്. ചോദിച്ചാലും ഡയമീറ്റർ ആണ്. therefore ഡയമീറ്റർ ഈസ് ഈക്വൽ എത്ര വരും? ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2r ആണ്. 2 ഇൻറ്റു 35 70 സെന്റിമീറ്റർ എന്ന് വരും. 70 സെന്റിമീറ്റർ ഇസ് ദി ആൻസർ. 70 സെന്റിമീറ്റർ ഇസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the area of a semicircle of diameter d? What is the area of a semicircle diameter d? ഇവിടെ റേഡിയസ് എന്താ? റേഡിയസ് ഈക്വൽ ടു d/2 ആണ്. d ആണ് ഡയമീറ്റർ, അപ്പോൾ റേഡിയസ് d/2 ആണ്. ഏരിയ ഓഫ് ദ സെമി സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് ദ സെമി സർക്കിൾ ഈക്വൽ ടു ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് പൈ ആർ എത്രയാണ്? d/2 സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. അപ്പോൾ 1/8 പൈ ഡി സ്ക്വയർ ആണ്. 1/2 പൈ ഡി സ്ക്വയർ ആണ്. 1/8 പൈ ഡി സ്ക്വയർ എവിടെ? ദിസ് ഇസ് ദി ആൻസർ. 1/8 പൈ ഡി സ്ക്വയർ ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the area of a sector of circle radius 36 centimeter is 54 pi centimeter square, then the length of the corresponding arc of the sector. ഇതാണ് ചോദിച്ചുള്ളത്. ഇവിടെ given that r equal to 36 centimeter, given that r is equal to 36 centimeter, area of the sector of the circle, area of the sector എത്ര തന്നിരിക്കുന്നത്? that is given as 54 pi എന്നാണ്. 54 pi തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഏരിയ ഓഫ് സെക്ടർ, ഏരിയ ഓഫ് സെക്ടർ ആണല്ലോ ഫോർമുല എന്താണ്? that is theta divided by 360 into എന്താണ്? ഏരിയ ഓഫ് ദ സെക്ടർ കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 54 പൈ. ഇതാണ് തന്നിരിക്കുന്നത്. ഏരിയ ഓഫ് ദ സെക്ടർ കാണാനുള്ള ഫോർമുലയാണ് theta divided by 360 into pi r square. That is given as 54 pi. നമുക്കത് തന്നിട്ടുണ്ട്. അതായത് theta divided by 360 into ഏരിയ തന്നിരിക്കുന്നത് എത്രയാണ്? ഏരിയ തന്നിരിക്കുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ നമുക്ക് 36 തന്നിട്ടില്ലേ? ഏരിയ ഓഫ് സർക്കിൾ ദാറ്റ് ഈസ് 36 തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 36 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. theta by 360 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 36 theta divided by 360 into, if the area of sector of the circle radius 36 centimeter pi r square അല്ലേ? റേഡിയസ് 54 pi centimeter ആണ്. അപ്പോൾ എത്ര വരും അതിൽ നിന്ന്? theta divided by 360 into 36 or equal to 54 pi എന്ന് വരും. 54 pi. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ കിട്ടും. തീറ്റ ഞാൻ ചെയ്ത് നോക്കിയതാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി. ക്രോസ് മൾട്ടിപ്ലയർ സിംപ്ലിഫൈ ചെയ്യാം. പൈ ഇവിടെ കട്ടായി പോവും. പൈ ഇവിടെ കട്ടായി പോവും. പൈ കട്ടായി പോവല്ല. അപ്പോൾ ആർ സ്ക്വയർ, റേഡിയസ് 36 ആണ്. അപ്പോൾ ആർ സ്ക്വയർ 36ന്റെ സ്ക്വയർ വരും. 54 പൈ വരും അല്ലേ? 54 പൈ വരും. ഇത് കട്ടായി പോയല്ലോ, ഇത് കട്ടായി പോയതാണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 15 ഡിഗ്രി ഞാൻ അത് ചെയ്ത് നോക്കിയതാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി വരും. അപ്പോൾ ലെങ്ത് ഓഫ് ദി കറസ്പോണ്ടിങ് ആർക്ക് ഓഫ് ദി സെക്ടർ എന്താണ്? ലെങ്ത് ഓഫ് ദി കറസ്പോണ്ടിങ് ആർക്ക് ഓഫ് ദ സെക്ടർ കാണാനുള്ള ഫോർമുല എന്താണ്? തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2 പൈ ആർ ആണ് ഫോർമുല. തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2 പൈ ആർ ആണ് ഫോർമുല. അപ്പോൾ തീറ്റ നമുക്ക് കിട്ടി എത്രയാ? 15. 15 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2 ഇൻറ്റു 22 ബൈ 7 ഇൻറ്റു 6 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. പൈ നമുക്കിപ്പോൾ എല്ലാ ഓപ്ഷൻസും പൈയിലെ തന്നെയാണ്. അപ്പോൾ പൈ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് പൈ എന്ന് തന്നെ എഴുതിയാൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. 6ഉം 360 കൂടി ക്യാൻസൽ ആവും.
ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 3π എന്നാണ്. 3π സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ പീസ് ഓഫ് വയർ 20 സെന്റിമീറ്റർ ലോങ് ഈസ് ബെൻഡ് ഇൻ ടു ദ ഫോം ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 60 by pi centimeter. The angle subtended by the arc at the center of the circle is. ഇവിടെ ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറഞ്ഞാൽ ആർക്ക് ഓഫ് ദി സർക്കിൾ ആണ്. ലെങ്ത് ഓഫ് ദി വയർ ഈക്വൽ ടു ആർക്ക് ഓഫ് ദി സർക്കിൾ ആണ്. ലെങ്ത് ഓഫ് ദി വയർ ഈസ് ഈക്വൽ ടു ആർക്ക് ഓഫ് ദി സർക്കിൾ ആണ്. അപ്പോൾ 20 ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ആണ്. ആസ് പെർ ക്വസ്റ്റ്യൻ 20 ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു തീറ്റ ഡിവൈഡ് ബൈ 360 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് 20 ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു തീറ്റ ഡിവൈഡ് ബൈ 360 ആണ്. അപ്പോൾ 2π ഇൻറ്റു r എത്ര വരും? 60 by π ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360. റേഡിയസ് തന്നിട്ടുണ്ട് 60 by π എന്ന് തന്നിട്ടുണ്ട്. ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ കട്ടായി പോകും. പൈ ഡയറക്റ്റായിട്ട് ക്യാൻസൽ ആയി പോകും. സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് തീറ്റ. അത് വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുക. തീറ്റ ഈസ് ഈക്വൽ ടു 3 ഡിഗ്രി എന്ന് വരും. അത് നിങ്ങൾ ചെയ്തോളൂ അല്ലേ. ഇവിടെ 60, ഇവിടെ 6 ടൈംസ് ക്യാൻസൽ ആയി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 120/2 വരും. 120/2 60 ഡിഗ്രി. കറക്റ്റ് ആൻസർ. 60 ഡിഗ്രി ഇസ് ദി ആൻസർ. 60 ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An arc of a circle of length 5π centimeter and the sector it bounds has an area 20π centimeter square. Its radius is. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ലെറ്റ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ബി ആർ ആൻഡ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ an arc ബി തീറ്റ. റേഡിയസ് ആർ ആണെന്ന് അസ്യൂം ചെയ്യാം. ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ലെങ്ത് ഓഫ് ദി ആർക്ക് എന്തായിരിക്കും? ഫോർമുല ഇപ്പൊ നമ്മൾ പറഞ്ഞാണുള്ള ലെങ്ത് ഓഫ് ദി ആർക്ക് ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു എന്തിപ്പോൾ പറഞ്ഞാൽ 2πr ഇൻറ്റു തീറ്റ ഡിവൈഡ് ബൈ 360. റേഡിയസും തീറ്റ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളും ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി ആർക്ക് ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നേക്കണത്? 5π. 5π ആണെന്ന് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ ഏരിയ ഓഫ് ദ സെക്ടർ അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 20π ആണ്. ഗിവൺ ഏരിയ ഓഫ് ദ സെക്ടർ 20π ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? പൈ ആർ ഇൻറ്റു ആർ തീറ്റ ഡിവൈഡഡ് ബൈ 360. ഇത് നമുക്ക് എത്രയാണ് തന്നേക്കണത്? ഇതാണ് നമുക്ക് 20π എന്ന് തന്നിരിക്കുന്നത്. 20π എന്ന് തന്നിരിക്കുന്നത്. നമുക്ക് റേഡിയസ് ഇവിടുന്ന് കണ്ടുപിടിക്കാമല്ലോ. റേഡിയസ് ഇവിടുന്ന് റേഡിയസ് എന്തായിരിക്കും? πr ഇൻറ്റു ഇവിടെ നമുക്ക് പൈ കട്ടായി പോവും. പൈ കട്ടായി പോയിക്കോളും. അപ്പോൾ എന്ത്? r ഇൻറ്റു 5/2 പൈ കട്ടായി പോവും. r ഇൻറ്റു ലെങ്ത് ഓഫ് ദി ആർക്ക് 5π ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. πr ഇൻറ്റു ആർ തീറ്റ ബൈ 360. πr ഇൻറ്റു ആർ തീറ്റ ബൈ 360 20π ആണ്. ഓക്കെ. ആർ തീറ്റ ബൈ 360 തന്നിട്ടുണ്ട്. ആർ തീറ്റ ബൈ 360 ആണ്. ആർ തീറ്റ ബൈ 360 ആണ്. ആർ തീറ്റ ബൈ 360 സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ആർ തീറ്റ ബൈ 360 ഈസ് 5/2. കട്ടായി പോലോ. ദിസ് ഈസ് ആർ തീറ്റ ബൈ 360 എന്നാണ് ഈ സംഭവമാണ്. ഇത് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 5/2 ആണ്. അപ്പോൾ
പൈ ആർ ഇൻറ്റു 5/2 ഈക്വൽ ടു 20 പൈ ആണ്. പൈയും കട്ടായി പോവും. R is equal to 8 centimeter. R is equal to 8 centimeter is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. The diagonal of a rhombus ABCD intersect at O, taking O as the center, an arc of radius 6 cm is drawn intersecting OA and OD at E and F respectively. Then the area of the sector OEF ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു റോംബസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഞാനൊരു ഫിഗർ അപ്രോക്സിമേറ്റ് ആയിട്ട് വരയ്ക്കേണ്ട. അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ഫിഗർ ഇങ്ങനെ വരയ്ക്കുകയാണ്. റോംബസ് ABCD. ABCD എന്ന് പറയുന്ന റോംബസ്. ഇയും എഫും തന്നിട്ടുണ്ട്. ഇയും എഫ് എന്താ പറയണവര്? E and F respectively. An arc of radius 6 cm drawn intersecting OA and OD at E and F. ഇങ്ങനെയാണ്. E and F respectively. As per question, diagonal of a rhombus are perpendicular to each other. അതറിയാലോ അല്ലേ? diagonal of a rhombus are perpendicular to each other. അപ്പൊ ആംഗിൾ EOF ഇതാണ് O. ആംഗിൾ EOF ഈസ് 90 ഡിഗ്രി. ഇനി OEയും OFും ഈക്വൽ ആണ്, 6 സെന്റിമീറ്റർ ആണ്. OE OF ഇത് 6 ആണ്, ഇത് 6 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ദി സെക്ടർ OEF. OEF എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോർഷൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ദ സെക്ടർ OEF എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 360 ആണ്. ഏരിയ ഓഫ് ദി സെക്ടർ OEF എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 3. അത് ഫോർമുലയാണെന്ന് അറിയാലോ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ 90 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 6 അല്ലേ 6, 90 divided by 360 ആണ്. സിംപ്ലിഫൈ ദ ആൻസർ ആയി. ദിസ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ആണല്ലോ. ഇത് 6 സ്ക്വയർ, ഇത് 10 ടൈംസ് ഇത് പോകും, 9 പൈ വരും. 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ അല്ലേ സെക്ടറിന്റെ ഏരിയ. 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ദി ആൻസർ. 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ദി ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ സബ്ടെൻഡിങ് ആൻ ആംഗിൾ 60 degree at its center is 22 centimeter, then the radius of the circle is. ഇവിടെ length of an arc of the circle subtending an angle at its center is equal to 2 pi r. Yeah. Pi r theta divided by 360 degree formula. നിങ്ങൾക്ക് അറിയാം അല്ലേ? 360 2 pi r theta by 360 degree ആണ്. Where r is the radius of the circle. അപ്പോൾ ഇവിടെ അത് നമുക്ക് തന്നിട്ടുണ്ട്. 22 എന്ന് പറഞ്ഞിട്ടുണ്ട്. 22 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 22 is equal to 2 pi r തീറ്റ 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 360 ആണ്. ഡിവൈഡഡ് ബൈ 360 ആണ്. അപ്പോൾ പൈ ആർ ഈസ് ഈക്വൽ ടു, അത് സിംപ്ലിഫൈ ചെയ്യാം. പൈ ആർ ഈസ് ഈക്വൽ ടു 66 വരും. ഇത് 66 അല്ലേ? അപ്പോൾ പൈ ആർ ഈക്വൽ ടു 66. പൈ ആർ ഈസ് ഈക്വൽ ടു 66 എന്ന് വരും. അപ്പോൾ r equal to 66 into 1 by pi. R equal to 60 by 7 by 22. 7 by 22. 22 66 3 times വരും. That is 21 വരും. 21 centimeter is the answer. 21 centimeter is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Perimeter of a sector of a circle whose central angle is 90 and radius 7 centimeter. ഇവിടെ വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആ പാർട്ട് മാത്രമേ വരയ്ക്കണുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ആ ഭാഗം മാത്രമേ വരയ്ക്കണുള്ളൂ. ഫുൾ സർക്കിൾ വരയ്ക്കണില്ല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇതിന് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുന്നു. എങ്ങനെ കേട്ടോ? 90 ഡിഗ്രി ആണെന്ന് പറയാം. 7 ആണ്. ഇത് 7 വരും,
ഇത് 7 വരും. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ സെക്ടർ കാണാനുള്ള ഫോർമുല തീറ്റ 90 ആണ്. പെരിമീറ്റർ ഓഫ് ദ സെക്ടർ കാണാനുള്ള ഫോർമുല അറിയാലോ. പെരിമീറ്റർ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു QR പ്ലസ് എന്തായിരുന്നു ഓർമ്മേണ്ട, തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2πr. പെരിമീറ്റർ കാണാനുള്ള ഫോർമുലയാണ്. പെരിമീറ്റർ R പ്ലസ് R 2R. ഇത് R ആണല്ലോ. R പ്ലസ് R 2R. കൂടാതെ ഈ ആർക്കിന്റെ ലെങ്ത് കാണാനുള്ള ഫോർമുല തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2πr ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 7 പ്ലസ് തീറ്റ 90 ആണ് ബൈ 360 ഇൻറ്റു 2π ഇൻറ്റു 7 ആണ്. 2π ഇൻറ്റു 7 ആണ്. ഈ നമുക്ക് പൈക്ക് വേണമെങ്കിൽ 22/7 എന്ന് കൊടുക്കാം. പൈക്ക് എന്ത് കൊടുക്കാം, കാരണം ഓപ്ഷനിൽ പൈ ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു 22/7. 7 ഡയറക്റ്റായിട്ട് കട്ടായിപ്പോയി, ഇതും കട്ടായിപ്പോയി. സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് 25 സെൻറ്റിമീറ്റർ ഇസ് ദ ആൻസർ. 25 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ 4 ഇസ് ദ ആൻസർ. ഇവിടെ ഈ 7 ഒക്കെ കട്ടായി പോകും. 94 ടൈംസ് ആവും. അത് ഇതിൽ കട്ടായി പോകും. സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 14 വരും. ഇതെത്ര വരും നോക്കി, ഇത് കട്ടായോ. അപ്പോൾ 11 വരും. അപ്പോൾ 14 + 11 = 25. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The perimeter of the sector of a circle of radius 21 cm which subtends an angle 60 degree at the center. ഇപ്പോൾ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പോൾ ഗിവൺ റേഡിയസ് R21 തീറ്റ 60 ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചെയ്ത പോലത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദ സർക്കിൾ L is equal to തീറ്റ ഡിവൈഡ് ബൈ 360 ഇൻറ്റു 2πr. ലെങ്ത് ഓഫ് ദി ആർക്ക്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ തീറ്റ 60 ആണ്. 360 ഇൻറ്റു 2 ഇൻറ്റു 22/7 അല്ലേ. 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് 6 തന്നിട്ടുണ്ട്. 6 എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എത്രയാണ്? R is 21. നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് സിംപ്ലിഫൈ എടുക്കാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ എന്നിട്ട് ഇപ്പം ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ. പെരിമീറ്റർ ഓഫ് സർക്കിൾ ഈസ്, ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. പെരിമീറ്റർ ഓഫ് സർക്കിൾ ഈസ് 2R പ്ലസ് L. L കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 2 ഇൻറ്റു R എത്രയായിരുന്നു? 21 പ്ലസ് ദിസ് L. L എത്രയാണ് നോക്കണം കേട്ടോ. L സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22 ഇട്ടു കേട്ടോ. 22. അപ്പോൾ 42 + 22 എന്ന് വരും. 42 + 22 64 centimeter is the answer. 64 centimeter is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ ഫോർമുലകളാണ് കേട്ടോ. കാണാൻ പഠിക്കേണ്ടതാണ്. ഇത് ഫോർമുലയാണ്. അതായത് ഈ ഫോർമുലയിലെ വരുന്നത് സെക്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത് R, ഇതാണ് തീറ്റ. R + R 2R വരും. പിന്നെ ഇതാണ് L. L കാണാനുള്ള ഫോർമുലയുടെ ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, this is the method. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The length of an arc of a circle of radius 12 cm is 10π. The angle subtended by the arc at the center of the circle is given. ഇവിടെ റേഡിയസ് 12 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. Given that R is equal to 12 cm. Length of the arc of the circle അത് തന്നിട്ടുണ്ട്. 10π സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2πr ആണ് L. ദാറ്റ് ഈസ് 10π. തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2πr ദാറ്റ് ഈസ് 10π. ഇവിടെ നിന്ന് തീറ്റ കിട്ടും. R 12 ആണെന്ന് കൊടുക്കുക. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 10π ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ 2πr കൊടുക്കാം. പൈ കട്ടായി പോവും. ആറിൻ്റെ വാല്യൂ കൊടുക്കുക. ആറിൻ്റെ വാല്യൂ 12 ആണ്. അപ്പോൾ 10 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12
360 divided by 2 into 12. Simplify, you will get 150 degree. 150 degree is the answer. 2, 5 times, 30 times, 3 into 5 into 30, 150 degree. 150 degree is the answer. 150 degree is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. OACB is a quadrant of a circle with center O and radius 7 centimeter, where ACB is the arc. Then the perimeter of the quadrant is. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണുള്ളത്? 7 സെന്റിമീറ്റർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ ലെങ്ത് ഓഫ് ദി ആർക്ക് ACB അത് L ആണെന്ന് വിചാരിക്കാം. 2πr/4. 2πr ഒരു ക്വാഡ്രന്റ് അല്ലേ? 2πr/4. 4 ക്വാഡ്രന്റ് വരുമ്പോൾ ഒരു സർക്കിൾ ആവുക. അപ്പോൾ 2πr/4 ആണ് ഫോർമുല. അപ്പോൾ ദ പെരിമീറ്റർ ഓഫ് ദി ക്വാഡ്രന്റ് അത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഒരു ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? ടോട്ടൽ 360 ആണ്. അപ്പോൾ ടോട്ടൽ 2πr ആണ്. 4 2πr/4 വരും. അപ്പോൾ ആംഗിൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി 90 ഡിഗ്രി ആയിരിക്കുമല്ലോ, ക്വാഡ്രന്റ് ആയതുകൊണ്ട്. അപ്പോൾ ദ പെരിമീറ്റർ ഓഫ് ദി ക്വാഡ്രന്റ് OACB എന്ന് പറയുമ്പോൾ 2r plus L ആണ്. 2r plus L ആണ് ഫോർമുല. പെരിമീറ്റർ P ഈക്വൽ 2r plus L ആണ് ഫോർമുല. അപ്പോൾ 2r പ്ലസ് ഇവിടെ ഈ കേസിൽ 2r plus L എത്രയാണ്? 2πr/4 ആണ്. R 7 ആണ് തന്നിട്ടുണ്ട്. R എന്താണ്? 7 ആണ്. അപ്പോൾ 2 into 7 plus 2 into 22/7 into 7/4. 7 കട്ടായി പോകും. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. എത്ര വരും? 14 plus 11, 25 centimeter is the answer. 25 centimeter is the answer. ഓക്കെ, ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഇത് ഫുൾ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുമല്ലോ. ഇതാണ് ഫുൾ സർക്കിൾ വരിക. ഇത് 7, ഇത് 7. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഇത് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the length of the arc of the sector of a circle with radius 14 centimeter and central angle is 90 degree? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് ദ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് R ആൻഡ് സെൻട്രൽ ആംഗിൾ തീറ്റ. ഫോർമുല ഇതാണ്, തീറ്റ ഡിവൈഡഡ് ബൈ 360 into 2πr അല്ലേ? ലെങ്ത് ഓഫ് ദി ആർക്ക് കാണാനുള്ള ഫോർമുലയാണ് L ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ 360 into 2πr. നമുക്ക് തന്നിരിക്കുന്നത് തീറ്റ തന്നിട്ടുണ്ട്. തീറ്റ എത്രയാ? ക്വസ്റ്റ്യനിൽ 90 ആണ് തന്നിട്ടുണ്ട്. R തന്നിട്ടുണ്ട് 14. തീറ്റ 90 ആണ്, R 14 ആണ്. അപ്പോൾ റിക്വയർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. L is equal to തീറ്റ 90 divided by 360 into 2 into 22/7 into 14 എന്ന് വരും. ഇത് 2 ടൈംസ് വരും. 90 4 ടൈംസ് വരും. 90 ഇത് 2 ടൈംസ് വരും. 222 11 ടൈംസ് വരും. പെട്ടെന്ന് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് 11 into 222 വരും. 22 സെന്റിമീറ്റർ ഈസ് ദി ആൻസർ. എല്ലാം ക്യാൻസൽ ആയി അവസാനം 22 വരും. 22 സെന്റിമീറ്റർ ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Our hand of a clock is 6 centimeter long. The angle set by between 7:20 and 7:55 AM is. ഇവിടെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 7:20 AM to 7:55 AM ആണ്. അപ്പോൾ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് വരും? അപ്പോൾ 7:55 മൈനസ് 7:20, അപ്പോൾ 35 മിനിറ്റ്സ് വരും. ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് 35 മിനിറ്റ്സ് അല്ലേ? 35 മിനിറ്റ്സ്. ടൈം ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ അതാണ് ടൈം ഡ്യൂറേഷൻ. ടൈം ഡ്യൂറേഷൻ ഈസ് ഈക്വൽ ടു ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറയാം 35 മിനിറ്റ്സ് ആണ്. 35 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര അവർ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 35/6.
60 അവർ വരും. മിനിറ്റിന് അവർ ആക്കാനായിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെന്താ പറയണത്, ആംഗിൾ മെയ്ഡ് ഇൻ, നിങ്ങൾക്ക് അറിയാം, ആംഗിൾ മെയ്ഡ് ഇൻ 12 അവേഴ്സ്. ആംഗിൾ മെയ്ഡ് ഇൻ 12 അവേഴ്സ്. 12 മണിക്കൂറിലാകുമ്പോൾ ഒരു ഫുൾ സർക്കിള് അവർ ഹാൻഡ് ഇങ്ങനെ കറങ്ങും. അവർ ഹാൻഡ് ഇങ്ങനെ ഫുൾ, അത് 360 ഡിഗ്രി കറങ്ങും. 12 മണിക്കൂറാകും. 12 മണിക്കൂറിലാണ് അവർ ഹാൻഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് അവിടെ എത്താം. 12 മണിക്കൂറല്ലേ, അപ്പോൾ കറക്റ്റ് 360 ഡിഗ്രി കറങ്ങും. അപ്പോൾ ആംഗിൾ മെയ്ഡ് ഇൻ 1 അവർ, ആംഗിൾ മെയ്ഡ് ഇൻ 1 അവർ ആണെങ്കിൽ 360/12 ആണ്. 360, 12 മണിക്കൂറിലാണ് 360. അപ്പോൾ ഒരു മണിക്കൂർ എത്രയും 360/12 എത്ര വരും? 30 ഡിഗ്രി എന്ന് വരും. 30 ഡിഗ്രി എന്ന് വരും അല്ലേ. സോ ആംഗിൾ സ്റ്റെപ്റ്റ് ഇൻ 35/60 അവേഴ്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ്. therefore ആംഗിൾ സ്റ്റെപ്റ്റ് ഇൻ 35/60 അവേഴ്സ് എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു എത്ര വരും? 35/60 എന്ന് വരും. ഇതാണ് ആൻസർ. 30 ഇൻറ്റു 35/60 ഈസ് ദി ആൻസർ. എത്ര വരും? 30, 60 2 times, that is 35/2 ഡിഗ്രി എന്ന് വരും. 35/2 ഡിഗ്രി. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The area swept by 7 centimeter long minute hand of a clock in 10 minutes. The area swept by 7 centimeter long minute hand of a clock in 10 minutes is. Okay. ഇവിടെ നമുക്ക് the area swept by 7 centimeter long minute hand of a clock in 30 minutes is എന്നാണ് ചോദിച്ചത്. ആംഗിൾ ഫോംഡ് ബൈ minute hand of a clock in 60 minutes എത്രയാണ്? 360 ഡിഗ്രിയാണ്. ആംഗിൾ formed by minute hand of a clock in 60 minutes. Angle made by minute hand of a clock in 60 minutes equal to minute hand ആകുമ്പോൾ 360 ഡിഗ്രി വരുമ്പോൾ ഒരു മിനിറ്റ് ആവുക. ആംഗിൾ മെയ്ഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഇൻ 60 minutes. 60 minutes is 360 ഡിഗ്രി. ആംഗിൾ ഫോംഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഇൻ 10 minutes ആണെങ്കിലോ 10/60 ഇൻറ്റു 360 വരും. അപ്പോൾ 10/60 ഇൻറ്റു 360 എത്ര വരും? 60 വരും. 10/60 ഇൻറ്റു 360 60 വരും. ഇതാണ് സംഭവം. ഇനി ലെങ്ത് ഓഫ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, അതാണ് റേഡിയസ്. റേഡിയസ് ആണ് 7. ആ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് നമ്മൾ റേഡിയസ് ആയിട്ട് എടുത്തോളാം. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? πr² ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360. റിക്വയർഡ് ഏരിയ πr² ഇൻറ്റു തീറ്റ ബൈ 360. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 22/7 ഇൻറ്റു 7² ഇൻറ്റു തീറ്റ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 360. 60 ഡിവൈഡഡ് ബൈ 360. തീറ്റ 60 ആണല്ലോ, 60 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം വേണ്ട സമയത്ത്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം. 25 സമയത്ത് കട്ടായി പോകും. അപ്പോൾ 7 കട്ടായി പോകും. 7/6 25 and 2/3 കേട്ടോ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the perimeter and the area of the circle are numerically equal, then the radius of the circle is. അപ്പോൾ 2πr is equal to πr² ആണ്. 2πr is equal to πr². പെരിമീറ്ററും ഏരിയയും ഈക്വൽ ആണ്. 2πr is equal to πr² ആകുമ്പോഴത്തേക്കും പൈ കട്ടായി പോകുമല്ലോ, ഒരാറും കട്ടായി പോകും. r equal to 2 is the answer. Simple question ആണ്. r is equal to 2 units. That is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
It is proposed to build a single circular park equal in area to the sum of areas of two circular parks of diameter 16 meter and 12 meter in a locality. The radius of the new park is. അപ്പോൾ നമുക്ക് let r be the radius of the new park. ന്യൂ പാർക്കിന്റെ റേഡിയസ് r ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഡയമീറ്റർ ഓഫ് ദ ഫസ്റ്റ് സർക്കുലർ പാർക്ക് ദാറ്റ് ഈസ് 16. അപ്പോൾ r1 നമുക്ക് 16/2 കൊടുക്കുക, 8 സെന്റിമീറ്റർ കൊടുക്കുക. അതേപോലെ r2 12/2 6 സെന്റിമീറ്റർ നമുക്ക് എടുക്കാം. ഇനി ആസ് പെർ ക്വസ്റ്റ്യൻ ന്യൂ ഏരിയ ഓഫ് ന്യൂ പാർക്ക് ഈസ് ഈക്വൽ ടു സം ഓഫ് ഏരിയാസ് ഓഫ് ടു സർക്കുലർ പാർക്ക് എന്ന് പറയുന്നത്. ആസ് പെർ ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ന്യൂ പാർക്ക് ഈക്വൽ ടു സം ഓഫ് ഏരിയ ഓഫ് ടു സർക്കുലർ പാർക്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ r1 സ്ക്വയർ പ്ലസ് പൈ r2 സ്ക്വയർ. ഏരിയ ഓഫ് ന്യൂ പാർക്ക് ഈസ് ഈക്വൽ ടു സം ഓഫ് ഏരിയാസ് ഓഫ് ടു സർക്കുലർ പാർക്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ കോമൺ ഫാക്ടർ ആണ്. r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ എന്ന് പറയാം. പൈ കട്ട് ചെയ്ത് കളയാം. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ എന്നും പറയാം. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇത് 8ന്റെ സ്ക്വയർ ആണ് പ്ലസ് 6ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 100 വരും. 64 പ്ലസ് 36 100 വരും. അപ്പോൾ ന്യൂ പാർക്കിന്റെ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് എത്ര വരും? √100 ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് പറയും. 10 സെന്റിമീറ്റർ ഈസ് ദി 10 മീറ്റർ അല്ലേ, എല്ലാം മീറ്ററിലാണ് ഇരിക്കുന്നത്, സോറി, എല്ലാം മീറ്റർ ആണ്. അപ്പോൾ 10 മീറ്റർ ഈസ് ദി ആൻസർ. 10 മീറ്റർ ഈസ് ദി ആൻസർ. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The area of the circle that can be inscribed in a square of 6 centimeter. അപ്പോൾ ഇതാണ് സർക്കിൾ. ഇതിന് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കാം. ഇങ്ങനെ വരും അല്ലോ, ഇങ്ങനെ വരും. 4 4 4 4. ഇതേപോലെ വരും. അപ്പൊ ഇവിടെ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ 6 അല്ലേ നിങ്ങളല്ലേ? 6 ആകുമ്പോൾ ഞാൻ 4 എടുത്ത് പോയി. 6 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 6 6 6 6. അപ്പൊ റേഡിയസ് എത്ര വരും? 3 ആണ് റേഡിയസ് ആയിട്ട് വരിക. 3 ആണ് റേഡിയസ് ആയിട്ട് വരിക. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 3 സ്ക്വയർ ആണ്. 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ദി ആൻസർ. 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ, the number of revolutions made by a circular wheel of radius 0.25 meter in rolling in distance of 21. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ അതേപോലത്തെ. ഓക്കെ, ഒരു റവല്യൂഷൻ കവേഴ്സ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാലോ 2πr ആണ്. 1 റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ അല്ലേ, വീല് ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 2πr ആണ്. 1 റവല്യൂഷൻ കവേഴ്സ് 2πr ഡിസ്റ്റൻസ്. പിന്നെ ക്വസ്റ്റ്യൻ ഈ സോ ഇൻ n റവല്യൂഷൻസ്, അങ്ങനെ n റവല്യൂഷൻസ് ഉണ്ടെങ്കിൽ 2πr ഇൻറ്റു n ആണ്. n റവല്യൂഷൻസ് ഉണ്ടെങ്കിൽ 2πr ഇൻറ്റു n ആണ്. അപ്പൊ ഇവിടെ s എന്ന് പറഞ്ഞാൽ 2π, ആസ് പെർ ക്വസ്റ്റ്യൻ s ഈസ് ഈക്വൽ ടു 2πr n ആണ്. ഇനി s എത്ര തന്നേക്കണത്? s ഈസ് ഈക്വൽ ടു 11 മീറ്റർ ആണ്, കിലോമീറ്റർ ആണ്. r ഇത് കിലോമീറ്റർ ആണ്. r ഈസ് ഈക്വൽ ടു 0.25 മീറ്ററുമാണ്. കേട്ടോ, 2 യൂണിറ്റ് ആണ്. അപ്പോ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം മീറ്ററിലാക്കാം. അപ്പോൾ 11 ഇൻറ്റു 1000 വരും, കാരണം 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു
n ഇൻറ്റു 2 അവിടെ ഉണ്ട് 2 ഇൻറ്റു 22/7 ഇൻറ്റു പിന്നെ r എത്രയാണ് 0.25 ആണ്. r ഈസ് 0.25 ആണ് r എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് n ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്പർ ഓഫ് റെവല്യൂഷൻസ് അല്ലേ, ഇവിടെ നിന്ന് n ഫൈൻഡ് ഔട്ട് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അത് ആ പാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. n ഈസ് ഈക്വൽ ടു, ഞാൻ ചെയ്ത് നോക്കിയതാണ്, ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 7000 ആണ് ആൻസർ കിട്ടിയത്. 7000 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ആണ് കേട്ടോ. If the radius of the sector of a circle is reduced to its half and angle is doubled, then the perimeter of the sector remains the same. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ് ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കാം. ആംഗിൾ തീറ്റയും റേഡിയസ് r ആണെന്ന് നമുക്ക് വിചാരിക്കാം. r. ആ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു, പെരിമീറ്റർ ആണല്ലോ ഫോർമുല അറിയാലോ, 2r പ്ലസ് തീറ്റ ടൈംസ് r ആണ്. പെരിമീറ്റർ ആണല്ലോ ഫോർമുല. ഇനി ആംഗിൾ 2 തീറ്റ, ആംഗിൾ ഡബിൾ ആവുന്നു 2 തീറ്റ. റേഡിയസ് പകുതി ആവുന്നു r/2. ആംഗിൾ ഡബിൾ ആവുന്നു, റേഡിയസ് പകുതി ആവുന്നു. ആ കേസിൽ പെരിമീറ്റർ എന്തായിരിക്കും? ഈ കേസിൽ പെരിമീറ്റർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആറിനും തീറ്റയ്ക്കും ഇത് കൊടുത്താൽ മതി. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2r/2 പ്ലസ് തീറ്റയ്ക്ക് വരെ എത്ര കൊടുക്കണം? 2 തീറ്റ. r എന്ന് കൊടുക്കുക. 2 കട്ടായി പോകും. അപ്പോൾ r പ്ലസ് 2 തീറ്റ r ആണ്. r പ്ലസ് 2 തീറ്റ r ആണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനസ്സിലാവും, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒന്ന് 2r പ്ലസ് തീറ്റ ആറും, മറ്റേത് r പ്ലസ് 2 തീറ്റ ആറുമാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ്, അത് സാറ്റിസ്ഫൈ ചെയ്യില്ല, തെറ്റാണ്. അസർഷൻ റോങ് ആണ്. ഓക്കെ. ഇനി the length of the arc subtending angle theta at the center of the circle of radius r, അത് pi r theta by 180 തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമുലയാണല്ലോ. അപ്പോൾ അസർഷൻ എ ഈസ് ഫോൾസ്, റീസൺ ആർ ഈസ് ട്രൂ. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സെക്ഷൻസ് ആണ് സർക്കിൾസും ഏരിയ അണ്ടർ ദ സർക്കിളും. സർക്കിൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നിയർലി എനിക്ക് 31 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. 32 മറ്റോ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 13 ക്വസ്റ്റ്യൻസിൻ്റെ 21 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ആൻസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.